സ്വന്തം പാർട്ടിക്കകത്തും സ്വാഭാവികമായി കടന്നുകൂടിയ തെറ്റായ ആശയങ്ങൾക്കെതിരെയും നടപടികൾക്കെതിരെയും ഉറച്ച നിലപാടുകൾ എടുക്കുവാൻ വേണ്ടി VS എന്നും ധീരത പ്രകടിപ്പിച്ചിരുന്നു. 68-ന് ശേഷം പാർട്ടിക്കുള്ളിലുണ്ടായ തീവ്ര ഇടതുപക്ഷ നിലപാടിനെതിരെ VS സന്ധിയില്ലാത്ത നിലപാടുകളാണ് എടുത്തത്. 40-കളിൽ ജന്മിമാരുടെയും തമ്പ്രാക്കന്മാരുടെയും രൂപത്തിൽ ചൂഷണവർഗത്തെ കണ്ട് അവർക്കെതിരെ നടപടികളുമായി മുമ്പോട്ട് നീങ്ങിയ VS പുതിയ കാലഘട്ടത്തിലെ പുതിയ രൂപത്തിലുള്ള ചൂഷണവർഗത്തോടും പൊരുതേണ്ടതായിട്ട് വരുന്നു. രൂപവും ഭാവവും മാറിയ പുതിയ ചൂഷണവർഗത്തിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കച്ചവടക്കാരും ഭൂമാഫിയക്കാരും ലോട്ടറി മാഫിയക്കാരും സെക്സ് റാക്കറ്റും ഒക്കെ ഉൾപ്പെടുന്നതായി അദ്ദേഹം കണ്ടു. VS എന്ന ഇതിഹാസം പുതിയ ചൂഷണവർഗത്തിനെതിരെയും പോരാടുന്നത് നാം കണ്ടതാണ്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മൂന്നാറിലെയും എറണാകുളത്തെയും ഒട്ടനവധി ഭൂമി ഭൂമാഫിയയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുകയുണ്ടായി. വ്യാജ CDക്കെതിരെ ശക്തമായ നിയമം നടപ്പിലാക്കി പാവപ്പെട്ടവനെ വെറുതെ പ്രതീക്ഷകൾ നൽകി പറ്റിച്ച് കോടികൾ കൊയ്യുന്ന ലോട്ടറി മാഫിയയെ ഈ സംസ്ഥാനത്ത് നിന്നും തുരത്തി. വയൽ നികത്തി നെൽകൃഷികൾ മുടിച്ചു കളയുന്ന നടപടികൾ അത് ഭാവിയിലെ കൊടും വിപത്തായിത്തീരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വയൽ നികത്തലിനെതിരെ സന്ധിയില്ലാത്ത സമരം അദ്ദേഹം സംഘടിപ്പിച്ചു. ഐസ്ക്രീം പാർലർ കേസ്, ഇടമലയാർ ബാർ കോഴക്കേസ് ഇവയെല്ലാം സധൈര്യം കൈകാര്യം ചെയ്ത VS ഒട്ടനവധി ശത്രുക്കളെയും സമ്പാദിച്ചു. അഴിമതിക്കും അസമത്വത്തിനും ചൂഷണത്തിനും അതിക്രമങ്ങൾക്കുമെതിരെ തൻ്റെ തുറന്ന യുദ്ധം ജീവിത അവസാനം വരെ താൻ തുടരും എന്ന് പ്രഖ്യാപിച്ച ആ മനുഷ്യൻ നീതിപൂർവം തൻ്റെ വാക്ക് പാലിച്ച് ഈ മണ്ണിൽ നിന്നും വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് തരം താഴ്ത്തുന്നതിന് തുല്യമല്ലേ? ഒരു ജന്മം മുഴുവൻ ഈ മണ്ണിൽ ഒട്ടേറെ സമരങ്ങളാലും യാതനകളാലും തളരാതെ കഷ്ടപ്പെടുന്നവന് വേണ്ടി, മർദ്ദിതർക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ട ആ മനുഷ്യൻ്റെ ഈ മണ്ണിൽ എന്നേക്കും അനശ്വരം തുടരുന്നതാണെന്ന് വ്യക്തമാക്കുന്നതാണ് അന്ന് അന്ത്യോപചാരം അർപ്പിക്കുവാൻ വന്ന ജനലക്ഷങ്ങളെ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടേണ്ടത്. ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് അവർ ഉയർത്തിയ ഈ മുദ്രാവാക്യമുണ്ടല്ലോ, VS എന്ന മഹാമേരു പകർന്നു നൽകിയ വിപ്ലവ വീര്യവും ആശയങ്ങളും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് അമരത്വം വരിച്ച് എന്നേക്കും നിലനിൽക്കും എന്ന സത്യം ബോധ്യപ്പെടുമ്പോഴും അദ്ദേഹത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയുവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു?